മുഖ്യമന്ത്രിക്ക് ഉത്തരവിടാൻ രാഹുൽ ഗാന്ധി ആരാണ്? വിദ്യാർത്ഥികളുടെ പ്രശ്നത്തിൽ ആത്മാർത്ഥമായി താല്പര്യമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നേരിട്ട് റാഞ്ചിയിലെത്തി സമരം ചെയ്യുന്നവരെ കാണാൻ തയ്യാറാകാത്തത്? ജാർഖണ്ഡിലെ സർക്കാർ തൊഴിൽ റിക്രൂട്ട്മെന്റ് പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ ഉദ്യോഗാർത്ഥികളും വിദ്യാർത്ഥികളും നടത്തുന്ന പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഹേമന്ത് സോറന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അയച്ച കത്തിലെ പരാമർശങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി ബി.ജെ.പി. രംഗത്തെത്തിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ കത്തിലെ സ്വരം അങ്ങേയറ്റം ആക്ഷേപകരവും അപമാനകരവുമാണെന്ന് ബി.ജെ.പി. ഐ.ടി. സെൽ മേധാവി മാളവ്യ ആരോപിച്ചു. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയോടുള്ള അഭ്യർത്ഥന പോലെയല്ല, മറിച്ച് സ്വയം അവരോധിച്ച ഒരു അധികാരത്തിന്റെ സഖ്യകക്ഷി നേതാവിന് നൽകുന്ന ശാസനീയ ഉത്തരവ് പോലെയാണ് കത്തിലെ ഉള്ളടക്കം അനുഭവപ്പെടുന്നതെന്നാണ് അദ്ദേഹം സമൂഹ മാധ്യമമായ എക്സിൽ തുറന്നടിച്ചത്. വിദ്യാർത്ഥികളുടെ പ്രശ്നത്തിൽ ആത്മാർത്ഥമായ താല്പര്യമുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് നേരിട്ട് റാഞ്ചിയിലെത്തി സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ കാണാൻ തയ്യാറാകാത്തതെന്നും അമിത് മാളവ്യ ചോദിച്ചു. സംസ്ഥാനത്ത് നടക്കുന്ന പ്രതിഷേധങ്ങളെ രാഷ്ട്രീയ നേട്ടങ്ങളായി ഉപയോഗിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും സഖ്യ സർക്കാരിന്റെ തലവനായ മുഖ്യമന്ത്രിക്ക് മേൽ അധികാര പ്രയോഗം നടത്താനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നതെന്നും ബി.ജെ.പി. വിമർശിച്ചു. സംസ്ഥാന പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ സമരം ശക്തമാക്കുന്നതിനിടെ രാഹുൽ ഗാന്ധി അയച്ച കത്തും അതിനെതിരെയുള്ള ബി.ജെ.പിയുടെ പ്രത്യാക്രമണവും ജാർഖണ്ഡ് രാഷ്ട്രീയത്തിൽ ഭരണ പ്രതിപക്ഷ പോര് കൂടുതൽ കടുപ്പിച്ചിരിക്കുകയാണ്. അതേസമയം വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ ന്യായവും നിയമാനുസൃതവുമാണെന്നും അവർ പ്രതിഷേധിക്കുന്നത് സമാധാനപരവുമാണെന്നും ഓഗസ്റ്റ് 14 എഴുതിയ കത്തിൽ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുകയായിരുന്നു. കത്തിന്റെ പൂർണ്ണരൂപം പുറത്തു വന്നിട്ടുണ്ട്. ഭരണഘടന അനുശാസിക്കുന്ന സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള അവകാശമാണ് ജനാധിപത്യത്തിന്റെ പ്രധാനപ്പെട്ട തൂണുകളിലൊന്ന്. അതിനാൽ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കും പരീക്ഷാ ക്രമക്കേടുകൾക്കുമെതിരെ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നതെന്നാണ് രാഹുൽ കത്തിൽ പറയുന്നത്. വിദ്യാർത്ഥികളുമായി ചർച്ച ആരംഭിച്ച ജാർഖണ്ഡ് സർക്കാരിനെ അദ്ദേഹം അഭിനന്ദിച്ചിരുന്നു. വിദ്യാർത്ഥികൾ ഉന്നയിച്ച ഒട്ടുമിക്ക ആവശ്യങ്ങളിലും സർക്കാരുമായി ധാരണയായിട്ടുണ്ട്. എന്നാലും പ്രതിഷേധം തുടരുകയാണ്. ചിലർ അനിശ്ചിതകാല നിരാഹാരത്തിലാണ്. അതിനാൽ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രതിനിധികളുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തണമെന്ന് രാഹുൽ കത്തിൽ നിർദ്ദേശിച്ചു. ഇന്ത്യയുടെ ഭാവിയാണ് യുവാക്കളെന്നും പ്രതിസന്ധി ഘട്ടത്തിൽ പിന്തുണ നൽകാനാണ് കടമ തങ്ങൾക്കുണ്ടെന്നും അദ്ദേഹം കത്തിൽ പറയുന്നുണ്ട്. അതേസമയം രാഹുൽ ഗാന്ധി നൽകിയ ഉപദേശം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ജാർഖണ്ഡ് മുക്തി മോർച്ച നയിക്കുന്ന സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കണമെന്ന് പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടു. പിന്തുണ വാഗ്ദാനം ചെയ്തെങ്കിലും ഉറച്ച നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 4 തവണയായി സംസ്ഥാനം ഭരിക്കുന്ന ഹേമന്ത് സോറൻ രാജിവെക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. ഓഗസ്റ്റ് 20-ന് സോറന്റെ വസതിക്ക് മുന്നിൽ പ്രകടനം നടത്തുമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. സർക്കാർ ജോലിക്കായുള്ള പരീക്ഷകളിൽ സുതാര്യതയും നീതിയും ആവശ്യപ്പെട്ടാണ് ജാർഖണ്ഡിൽ ജന്തർ മന്തർ മോഡൽ സമരം ആരംഭിച്ചത്. ക്രമക്കേടുകളിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കുന്നതുവരെ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ലെന്നാണ് വിദ്യാർത്ഥികളുടെ നിലപാട്. ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ, ജാർഖണ്ഡ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്നിവർ നടത്തിയ പരീക്ഷകൾ ഉൾപ്പെടെ 13 നിയമ പരീക്ഷകൾ റദ്ദാക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നു. പരീക്ഷയിലും നിയമങ്ങളിലും ക്രമക്കേട് ഉണ്ടെന്നാണ് വിദ്യാർത്ഥികളുടെ ആക്ഷേപം. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.